ഇതാണ് അയ്യപ്പൻമുടിയിലെ സൺറൈസ് കാണാനായിട്ട് വന്നേക്കണം, കോതമംഗലത്തിനടുത്തുള്ളത്. വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് കണ്ടുവരാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്പോട്ടിന് രാവിലെ നമ്മൾ തുടങ്ങി, നമ്മളൊരു 4 മണി വെളുപ്പിന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ സ്പോട്ടായ സൺറൈസ് കാണാനായിട്ട് അയ്യപ്പൻമുടിയിലെത്തിയേക്കുന്നത്. അങ്ങനെ കുറച്ച് സ്പോട്ടുകൾ ഈ വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. എല്ലാവരും വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കണം. ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, മഞ്ഞുകൂടി നിറഞ്ഞേക്കണായിരിക്കും. പിന്നെ ഫോഗുകളൊക്കെ വന്ന് പോകുന്നുണ്ട്, അടിപൊളിയാണ് ഇവിടുത്തെ സൺറൈസ്. മലമുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടം മൊത്തം കാണാം. ദൂരെ അമ്പലങ്ങളിൽ എവിടെയോ വാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടമ്പുഴ ആ ഏരിയയാണ്, കുട്ടമ്പുഴ പൂയംകുട്ടി ആ ഏരിയയാണത്. ഇത് പോത്താങ്കട്ട് ഇടമലയാറ് പുളി സ്ഥലമാണ്. നവംബർ ഡിസംബറിലൊക്കെ കിടിലായിരിക്കും. ഒരു അയ്യപ്പ കോവിലുണ്ട്, അയ്യപ്പൻമുടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് പോത്താങ്കട്ട് കാണാനായിട്ടാണ്. ഭൂതങ്ങൾ കെട്ടിയ ഒരു ഡാമാണ് പോത്താങ്കട്ട് എന്നാണ് കഥകളുള്ളത്. ബാത്റൂം എല്ലാത്തിനും സൗകര്യം. എങ്ങനെ വണ്ടി ഉണ്ടാവും? ഇവിടുന്ന് അവിടെ വരെ വണ്ടി നിങ്ങളുടെ വണ്ടി. അവിടെ നിന്ന് 700 മീറ്റർ കുന്നുമലയല്ല, വനത്തിൻ്റെ ഉള്ളിൽ ചെറിയ 700 മീറ്റർ. ഭൂതത്താങ്കെട്ട്, ഭൂതങ്ങൾ കെട്ടിയ ഭൂതത്താങ്കെട്ട് അതപ്പുറമാണ് കേട്ടോ. ഇതിൽ നടന്നു പോയി 700 മീറ്ററോളം വനത്തിലൂടെ നടന്നാൽ മാത്രമേ ആ കെട്ട് കാണാൻ പറ്റുള്ളൂ. 10 മണിയാകുമ്പോഴത്തേക്ക് ഓപ്പൺ ആകത്തുള്ളൂ. അതല്ല 9 മണിക്ക്. ഭൂതത്താങ്കെട്ട് ഇപ്പം ഇനി 9 മണിയാകുമ്പോൾ 10 മണിക്ക് ആൾക്കാരെ കയറ്റും. മറ്റേ 50 രൂപ ടിക്കറ്റ്. ഗൈഡും കൂടെ ഉണ്ടാവും നമ്മളിപ്പോൾ. മൂന്നാമത്തെ സ്പോട്ട് പോയത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്കാണ്. ആ ഒരു ഭാഗത്തായിട്ടാണ് ഷിക്കാറിൻ്റെ മൂവിൽ ലാലേട്ടൻ്റെ വീടൊക്കെ ആയിട്ട് സെറ്റ് ഇട്ടത്. നല്ല അത്യാവശ്യം ഇപ്പോൾ വെള്ളമുണ്ട്. എനിക്ക് തോന്നുന്നു മഴയൊക്കെ 2 ദിവസമായിട്ട് പെയ്യുന്നുണ്ടായിരിക്കും. ഇതിൽ ബൈക്കൊക്കെ കയറ്റി വന്നിട്ടുണ്ട്, അടിപൊളി. പെരിയാറാണ് ഇത്. ഈ തങ്ങളുടെ അറ്റത്തേലുമ്പോഴത്തേക്കും നേരിമംഗലം പാലത്തിന് അടിച്ചെല്ലും. അക്കരെ കുട്ടമ്പുഴ പഞ്ചായത്തും ഇക്കരെ കീരമ്പാറ പഞ്ചായത്തുമാണ് ഉള്ളത്. പണ്ട് ഇവിടെയായിരുന്നു കടത്തുണ്ടായിരുന്നത്. അതിൻ്റെ കടവാണ് ഈ കാണുന്നത്. അവർക്ക് സഞ്ചാരയോഗ്യത്തിന് വേണ്ടി നിർമ്മിച്ചാണ്. 13 വർഷത്തോളമായി ഈ ഒരു പാലം നിർമ്മിച്ചിട്ട്. ബൈക്ക് യാത്രക്കാരൊക്കെ ഇതിൽ പോകാറുണ്ട്. ഇതിൽ ചുറ്റി വരുന്നുണ്ടെങ്കിൽ പിന്നെ നേരിമംഗലം പാലം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അപ്പുറത്തെത്താൻ പറ്റും. 10-16 കിലോമീറ്റർ ഇറങ്ങേണ്ടി വരും ഇക്കരെ വരുന്നുണ്ടെങ്കിൽ. ഇതെന്തായാലും വർഷം പഞ്ചായത്ത് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. മഴവെള്ളപ്പാച്ചിലൊക്കെ കാണാൻ നല്ല രസമായിരിക്കും ഇതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ. കുറേ പരൽ മീനുണ്ട് ഇതിനാണ്. പരൽ മീനൊക്കെ ഒന്ന് കാലിക്കുത്താൻ തുടങ്ങി. അടിപൊളി. നേരത്തെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ കയാക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തോ ലൈസൻസിൻ്റെ ഇഷ്യൂ കാരണം ഈ വർഷം അവർ നടത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 4ാമത്തെ സ്പോട്ടായ തട്ടേക്കാടിലേക്കാണ് ഞങ്ങൾ പോയത്. തട്ടേക്കാടിൽ ഇറങ്ങാൻ ഇവർക്ക് താല്പര്യമില്ലാഞ്ഞുകൊണ്ട് ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടിട്ട് പോന്നു. പിന്നെ ബേഡ്സിനെ കാണണമെങ്കിൽ അതിരാവിലെ വരണം, എന്നാലേ ബേഡ്സുകളെ നിരീക്ഷിക്കാൻ അതിനോട് താല്പര്യമുള്ളവരെ പോയിട്ട് കാര്യമുള്ളൂ. അവിടെ നമ്മൾ ജസ്റ്റ് ഇന്ന് അപ്പോൾ പുറത്തതേ ഒരു മയിൽ വന്നിരുന്ന് ഹായിക്കെ തന്ന് പോകുന്നു. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.